മാതാപിതാക്കളിലൂടെ, നിന്റെ പ്രിയപ്പെട്ടവരിലൂടെ, നിന്റെ ഗുരുഭൂതരിലൂടെ, നിന്റെ അധ്യാപകരിലൂടെ അവൻ നിന്നോട് ആവശ്യപ്പെടുന്നതൊക്കെ കണ്ണടച്ച് അങ്ങ് അനുസരിച്ചേക്കുക. ആൻഡ് ഇഫ് യു ഒബേ യു വിൽ ബി ബ്ലെസ്ഡ്. മാതാപിതാക്കള് മനസ്സിലാക്കണം, ജീവിത പങ്കാളികള് തിരിച്ചറിയണം, മക്കള് ഈ സത്യത്തെ ഉൾക്കൊള്ളണം. നമ്മുടെ കുടുംബത്തിൽ അനുസരണക്കേടിന്റെ വല്ലാത്ത കുറവുണ്ട്. ഭർത്താവ് പറയണത് ഭാര്യയ്ക്ക് ഇഷ്ടാവണില്ല, ഭാര്യയുടെ ആവശ്യങ്ങള് ഭർത്താവിന് ദഹിക്കണില്ല, മക്കളുടെ ചില പെരുമാറ്റ രീതികള് ഒട്ടും പിടിക്കണില്ല, മാതാപിതാക്കളുടെ തിരുത്തലുകള് ഭീകരമായ അസ്വസ്ഥതയാണ്. ബി കെയർഫുൾ. അനുസരിക്കുന്ന കുടുംബത്തിൽ എന്നും കർത്താവിന്റെ അനുഗ്രഹം ഉണ്ടാവും. അനുസരിക്കുന്ന ഭവനത്തിൽ എന്നും തമ്പുരാന്റെ കൃപയുണ്ടാവും. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ. ഞാൻ എവിടെ ഒരു കഥ കേട്ടിട്ടുണ്ട്. വികാരിയച്ഛനും കൈക്കാരനും കൂടി കൈക്കാരന്റെ വീട്ടിൽ പോയതാന്നാ പറയണേ. അയാളുടെ വീടിന്റെ പടിക്ക് ചെന്നപ്പോ തനിക്കെത്താൻ പോകുന്നൊരു പട്ടി ചാടിത്തുള്ളി വന്നു അത്രേ. പട്ടിയെ കണ്ട് വികാരിയച്ഛൻ പുറകോട്ടടിച്ച്. വികാരിയച്ഛനെ കണ്ടിട്ടും കേട്ടിട്ടും ഒന്നും പട്ടി ഒന്നും അടങ്ങണില്ല. പട്ടി കുരച്ചോണ്ട് നിൽക്കുക. അവസാനം കൈക്കാരൻ ഇരിക്കട അവിടെ എന്ന് പറഞ്ഞ്. അത്ഭുതം തോന്നി വികാരിയച്ഛന്. പട്ടി പറഞ്ഞ നേരം കൊണ്ട് ഇരുന്നെന്നാ പറയണേ. വികാരിയച്ഛൻ പറഞ്ഞു, എന്തൊരു അനുസരണയുള്ള പട്ടി, എന്തായാലും തന്നെ സമ്മതിക്കണം, ഇത്ര നന്നായിട്ട് പട്ടീനെ വളർത്തണുണ്ടല്ല. കൈക്കാരൻ പറഞ്ഞെന്ന് പറയണേ, എന്റെ പൊന്നച്ച, ഈ വീട്ടില് എന്നെ ആകെ അനുസരിക്കുന്നത് ഈ ജീവിയാണ്. വേറെ ഒരുത്തനും ഞാൻ പറഞ്ഞാൽ കേൾക്കൂല. പല വീട്ടിലും പട്ടി മാത്രമേ ഉള്ളൂ അപ്പനെ അനുസരിക്കണതായിട്ട്. പല വീട്ടിലും മൃഗങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പനെ അനുസരിക്കണതായിട്ട്. വേറെ ഒരെണ്ണം പോലും തന്ത പറഞ്ഞാൽ കേൾക്കില്ല. അമ്മയുടെ സ്വർഗാരോപണ മക്കളെ, അമ്മയുടെ സ്വർഗാരോപണം. അതുകൊണ്ട് ഓർക്കണം, അനുസരണത്തിന്റെ അമ്മ നമ്മളോട് പറയും, അനുസരിച്ചാൽ ദൈവാനുഗ്രഹം സമൃദ്ധമായിട്ട് ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും കടന്നു വരും.